നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 3/8/2026 തിങ്കളാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വില. സ്വർണ്ണവില ഇപ്പോൾ മാറ്റമില്ല തുടരുകയാണ്. 1 ഗ്രാമിൻ്റെ മുകളിൽ 13,220, ഒരു പവൻ്റെ മുകളിൽ 1,05,760. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 14,422, ഒരു പവൻ 1,15,376. അതുപോലെ 18 ക്യാരറ്റ് 10,816, ഒരു പവൻ 86,528. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ പ്രതിഫലിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് എണ്ണവില ബാരലിന് $85 താഴെ എത്തുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വന്നതാണ് എണ്ണവില കുറയാനാണ് കാരണം. എണ്ണവിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് അമേരിക്കൻ പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന കേന്ദ്ര ബാങ്കിൻ്റെ തീരുമാനവും. വരും ദിവസങ്ങളിൽ ആഭ്യന്തര വില കണക്കാക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നടക്കുന്നത്. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. 1 ഗ്രാമിൻ്റെ മുകളിൽ 235, 10 ഗ്രാമിൻ്റെ മുകളിൽ 2,350 രൂപയാണ് ഇപ്പോൾ വില നിലവാരം ഓടുന്നത്. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 286, RSS 5 കിലോ 280, ISNA 20 251, ലാറ്റക്സ് 60% 197.60. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 284, RSS 5 കിലോ 280. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 272. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 270 രൂപ 91 പൈസ, RSS 2 269 20 പൈസ, RSS 3 267 രൂപ 63 പൈസ, RSS 4 കിലോ 266 രൂപ 78 പൈസ, RSS 5 കിലോ 266 രൂപ 35 പൈസ. ഇതാണ് വിദേശ വില. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് റബ്ബർ വില. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ മഴ ഇപ്പോൾ ശമനമുണ്ട്. മഴക്കെടുതിയിൽ വൻ നാശനഷ്ടങ്ങളാണ് റാന്നി, ആറന്മുള അതുപോലുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. മുൻ MLA BJP നേതാവായ PC ജോർജിൻ്റെ വീട്ടിൽ തന്നെ 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് PC ജോർജ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും വീടും. ഉന്നതതല അവലോകന തീരുമാനങ്ങളാണ് ഇപ്പോൾ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അനുവദിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. വീട് ശുചീകരണത്തിനായി ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം സഹായം നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്തി. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. വർധന തുക സംബന്ധിച്ച് തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കും. കാലാവസ്ഥ പ്രവചനം കൂടുതൽ കൃത്യമാക്കാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി സഹകരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് പ്രോഗ്രാം നടപ്പാക്കും. നദികളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ നിരവധി ആനുകൂല്യങ്ങളാണ് മന്ത്രിസഭാ യോഗങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാവട്ടെ, അല്ലെങ്കിൽ കടലാസിൽ ഒതുങ്ങാതെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. പ്രതിസന്ധികളിൽ നിന്നും എത്രയും പെട്ടെന്ന് കരകയറട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.